Hi dear friends, welcome to the online classes arranged for the 12th standard by Triads Academy. I am Sachin and I am standing here to take the English classes. See, we were discussing about the first chapter, that's a speech by Christine Lagarde naming 3 L's of empowerment. In the previous class, we discussed about women empowerment and the economic status of women all over the world. And Christine Lagarde proposed 3 L's for empowering women. You know what are the 3 L's? Yeah, what are they? Learning, labor, and leadership. Today we are going to see how learning and labor empower women. That's what we today are going to discuss. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിസ്റ്റീൻ ലഗാർഡ് സ്ത്രീ ശാക്തീകരണത്തെ പറ്റി കാര്യങ്ങൾ സംസാരിക്കുകയും സാമ്പത്തിക മേഖലയിൽ സ്ത്രീ എന്തൊക്കെ അസമത്വം നേരിടുന്നു എന്ന് സൂചിപ്പിക്കുകയും ആ അസമത്വം അവസാനിപ്പിച്ച് സാമ്പത്തികമായിട്ട് സ്ത്രീക്ക് ശാക്തീകരിക്കപ്പെടാൻ 3 എല്ലുകൾ പ്രപ്പോസ് ചെയ്യുകയും ചെയ്തു. എല്ലിൽ ആരംഭിക്കുന്ന 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഇതായിരുന്നു എല്ലിൽ ആരംഭിക്കുന്ന ആ 3 ശാക്തീകരണത്തിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ലേണിംഗും ലേബറും സ്ത്രീയെ ശാക്തീകരിക്കുന്നതെന്ന് ക്രിസ്റ്റീൻ ലഗാർഡിന്റെ അഭിപ്രായം. നമുക്ക് ടെക്സ്റ്റിലേക്ക് പോവാം. ഓക്കെ, എല്ലാവരുടെ കയ്യിലും ടെക്സ്റ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് അടുത്തതിലേക്ക്. സെക്കൻഡ് പാരഗ്രാഫ്, പേജ് നമ്പർ 9. ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. ആദ്യം ലേണിങ്ങിനെ പറ്റി ക്രിസ്റ്റീൻ ലഗാർഡ് ബാക്കി പറഞ്ഞ് തുടരുകയാണ്. എഡ്യൂക്കേഷൻ ഈസ് ദി ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽഡ്. അർത്ഥം നിങ്ങൾ പറയൂ. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ എവറി ചേഞ്ച് ഈസ് ബിൽഡ്. എല്ലാ മാറ്റങ്ങളുടെയും അടിത്തറ വിദ്യാഭ്യാസമാണ്. ഏതൊരു മാറ്റത്തിൻ്റെയും അടിത്തറ വിദ്യാഭ്യാസമാണ്. അത് നമ്മുടെ ചിന്താഗതിയിൽ ഉണ്ടാകുന്ന നല്ല മാറ്റങ്ങളായിക്കോട്ടെ, നമ്മുടെ തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും മാറി നമ്മൾ മെച്ചപ്പെടുന്നതായിക്കോട്ടെ, നമ്മളുടെ സാമ്പത്തിക സ്ഥിതിയും സാമൂഹിക സ്ഥിതിയും ഒക്കെ മെച്ചപ്പെടുന്നതായിക്കോട്ടെ, എല്ലാ മെച്ചപ്പെടലുകൾക്കും എല്ലാ മെച്ചപ്പെട്ട മാറ്റങ്ങൾക്കും അടിസ്ഥാനപരമായി വിദ്യാഭ്യാസം ഉണ്ടാകണം. അതുകൊണ്ടാണ് ക്രിസ്റ്റീൻ ലഗാർഡ് ആദ്യമേ പറഞ്ഞു വെക്കുന്നത് എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എവരി ചേഞ്ച് ഈസ് ബിൽറ്റ്. എല്ലാ മാറ്റങ്ങളുടെയും അടിത്തറ അത് വിദ്യാഭ്യാസമാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽവ്സ് ആൻഡ് ബ്രേക്ക് ദി ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ലേണിംഗ് ഹെൽപ്സ് വിമൻ. വിദ്യാഭ്യാസം സ്ത്രീകളെ സഹായിക്കുന്നു. എന്തിനു വേണ്ടി സഹായിക്കുന്നു? ടു ഹെൽപ്പ് ദംസെൽവ്സ്. അവരെ സ്വയം പര്യാപ്തമാക്കാൻ, സ്വന്തം കാര്യത്തിന് മറ്റാരുടെയും സഹായമില്ലാതെ സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കാൻ മറ്റാരെയും ആശ്രയിക്കാതെ സ്വന്തമായി സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം നിലപാടുണ്ടാക്കാനും വിദ്യാഭ്യാസം അവരെ സഹായിക്കും. അവരെ സ്വയം പര്യാപ്തമാക്കാൻ സഹായിക്കും. അതുപോലെ മറ്റെന്തിനു കൂടി സഹായിക്കും? ടു ബ്രേക്ക് ദി ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗണന. ഷാക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങലകൾ, ബന്ധനങ്ങൾ. അപ്പൊ അർത്ഥം എന്താണ്? ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവഗണനയുടെ ചങ്ങലകളെ ബ്രേക്ക് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ. അപ്പൊ സ്ത്രീകൾ അനുഭവിക്കുന്ന അവഗണനയുടെ ചങ്ങലകളെ പൊട്ടിച്ച് മുന്നിലേക്ക് പോകാനായിട്ട് സ്ത്രീകളെ വിദ്യാഭ്യാസം സഹായിക്കുന്നതായിരിക്കും. Nowhere is this more essential than in the developing world. ഇന്ന് നമ്മുടെ ലോകം ഡെവലപ്പിംഗ് വേൾഡ് ആണ്. ദിനം പ്രതി പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന, ദിനം പ്രതി വികസനത്തിന്റെ കാര്യത്തിന് മുന്നിലേക്ക് കുതിക്കുന്നൊരു സമയമാണ് ഇന്ന് നമ്മുടെ ലോകത്തിന്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം അത്രയേറെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് വിദ്യാഭ്യാസം നേടാൻ പറ്റാത്ത ആളുകൾ സമൂഹത്തിൽ വളരെയധികം പിന്നിലേക്ക് പോകുന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഇന്നത്തെ ഈ ഡെവലപ്പിംഗ് വേൾഡിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് സ്ത്രീകൾക്കും ഈക്വൽ ആയിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടാവണം. അവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഇക്വാലിറ്റി കിട്ടിയേ കഴിയുള്ളൂ. There is an African adage that goes. ക്രിസ്റ്റീൻ ലഗാർഡ് ഇവിടെ നിങ്ങളോട് ഒരു ആഫ്രിക്കൻ അഡേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴഞ്ചൊല്ല്, ആഫ്രിക്കയിലുള്ള ഒരു പഴഞ്ചൊല്ല് നിങ്ങളടുത്ത് ഇവിടെ ഷെയർ ചെയ്യാണ് ക്രിസ്റ്റീൻ ലഗാർഡ്. ഇത് ഇങ്ങനെയാണ്: If you educate a boy, you train a man. If you educate a girl, you train a village. If you educate a boy, you train a man. നിങ്ങളൊരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു നല്ല പുരുഷനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അതേസമയം if you educate a girl, you train a village. നിങ്ങളൊരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ നിങ്ങളൊരു നാടിനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്, ഒരു ഗ്രാമത്തെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നല്ലൊരു പൗരൻ ഉണ്ടാകുന്നു, പക്ഷേ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ നല്ലൊരു നാടുണ്ടാകുന്നു. അതാണ് പെൺകുട്ടികൾക്ക് ഇടുന്ന വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം. പണ്ട് കാലങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പോലും ഇല്ലായിരുന്നു. സ്കൂൾ ക്ലാസ്സുകളിൽ പോലും പെൺകുട്ടികൾ കടന്നു ചെല്ലാനുള്ള അവകാശം ഇല്ലാതിരുന്നൊരു കാലം നമുക്കുണ്ട്.
അതൊക്കെ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ സമയത്ത് ആ തടസ്സങ്ങളെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പഠിക്കാൻ തയ്യാറായ പെൺകുട്ടികളാണ് ഇന്ന് നമുക്ക് ഈ അവകാശങ്ങൾ നേടിത്തന്നത്. ഒരുപാട് എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് അന്ന് പഠിക്കാൻ തയ്യാറായ പെൺകുട്ടികളെ മാതൃകയാക്കിയാണ് പിന്നെ പുറകെ ഒരുപാട് പെൺകുട്ടികൾ വന്നതും അങ്ങനെ നമ്മൾ ഇന്ന് സമത്വത്തോടെ ക്ലാസ്സിനകത്ത് ഇരിക്കുന്നതും ഒക്കെ ആദ്യം ഈ അനീതിയെ വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ച പെൺകുട്ടികളാണ് നമുക്ക് ഈ വഴികാട്ടിയത്. അപ്പൊ അതാണ് പറയുന്നത്, ഒരു പെൺകുട്ടി പഠിക്കാൻ ധൈര്യം കാണിക്കുമ്പോൾ അവൾ മാതൃകയാകുകയാണ്. അവളൊരു ഗ്രാമത്തിന് മൊത്തം അവിടെ പഠിക്കാൻ അവസരമില്ലാതെ കിടക്കുന്ന അനേകായിരം പെൺകുട്ടികൾക്ക് മാതൃകയും ശക്തിയുമായിട്ട് മാറുകയാണ് ഒരു പെൺകുട്ടിയെ നിങ്ങൾ പഠിപ്പിക്കാൻ തയ്യാറാകുമ്പോൾ. മാത്രമല്ല, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം. ഒരു കുടുംബത്തിനകത്ത് സാധാരണഗതിയിൽ അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് മക്കളെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യും. അമ്മ വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീ ആയിരിക്കുമ്പോൾ മക്കൾക്കും അതിൻ്റെ ഗുണം ഉണ്ടാവും. അമ്മയ്ക്ക് ഒരുപാട് കാര്യം തെറ്റിദ്ധാരണയില്ലാതെ അന്ധവിശ്വാസങ്ങളില്ലാതെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റും അമ്മയ്ക്ക് വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ലോക നന്മയ്ക്കും സാമൂഹിക നന്മയ്ക്കും ഒക്കെ അത്രമേൽ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇതാണ് ക്രിസ്റ്റീൻ ലഗാർഡ് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്നത്. ഇതിനോടൊപ്പം നിങ്ങൾക്ക് ഞാൻ ചിന്തിക്കാനൊരു കാര്യം പറഞ്ഞു തരുന്നത്, ഇന്ന് സ്ത്രീകൾ വിദ്യാഭ്യാസ രംഗത്ത് ഇക്വാലിറ്റി അനുഭവിക്കുന്നുണ്ടോ, സമത്വം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിൻ്റെ ഉത്തരം, അതിൻ്റെ ചിന്തകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും എൻ്റെ അഭിപ്രായങ്ങളും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്യാം. അതിൻ്റെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. വിദ്യാഭ്യാസം ഇന്ന് എങ്ങനെയാണ് നടക്കുന്നത്, ഇന്ന് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ സമത്വമുണ്ടോ, ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ അഭിപ്രായം വാട്സാപ്പിൽ ക്ലാസ് വരുമ്പോഴത്തേക്കും പറയുക, നമുക്കവിടെ ചർച്ച ചെയ്യാം. അടുത്തതിലേക്ക് പോവാണ്. then labor. അപ്പോൾ ക്രിസ്റ്റീൻ ലഗാർഡ് ബാക്കി പറയുകയാണ്, ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ലേബർ ഈസ് ദ സെക്കൻഡ്. അർത്ഥം നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടി ഇരിക്കരുത്. ഓരോ വരിയും വായിക്കുമ്പോൾ നിങ്ങൾ സ്വയം അർത്ഥം പറയണം. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, വിദ്യാഭ്യാസമാണ് ആദ്യത്തെ പടി എങ്കിൽ ലേബർ ഈസ് ദ സെക്കൻഡ്, രണ്ടാമത്തെ പടി ഏതാണ്? ലേബർ, തൊഴിൽ. അപ്പോൾ ശാക്തീകരണത്തിലേക്കുള്ള ആദ്യത്തെ പടി വിദ്യാഭ്യാസമാണെങ്കിൽ രണ്ടാമത്തെ പടി അത് തൊഴിലാണ്, ലേബർ നേടുക എന്നുള്ളതാണ്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. എന്താണ് തൊഴിലിൻ്റെ പ്രാധാന്യം? ശാക്തീകരണത്തിൽ തൊഴിലിൻ്റെ പങ്ക് എന്താണ്? ഒരു തൊഴിലാണ് നമ്മുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്താനും പ്രയോജനപ്പെടുത്താനും നമ്മളെ സഹായിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ലേണിംഗ്, വിദ്യാഭ്യാസം നമ്മൾ നേടുന്നു എന്ന് വിചാരിക്കുക. ഇവിടുത്തെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വിദ്യാഭ്യാസം നേടുന്നു. നമുക്കറിയാം വലിയൊരു പ്രോസസ്സാണത്. എത്രത്തോളം വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ, ലേണിംഗ് എന്ന് പറയും. ഇപ്പം ഉദാഹരണം, നിങ്ങൾ തന്നെ എത്ര നാളായി പഠിക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ +2 ഇരിക്കുകയാണ്. എത്ര നാളായി നിങ്ങൾ വിദ്യാഭ്യാസ പ്രക്രിയയിലേക്ക് ഏർപ്പെട്ട് തുടങ്ങിയിട്ട്? എത്ര വർഷമായി നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ട്? LKG, UKG, പിന്നെ 1 മുതൽ 10 വരെ, അതിനുശേഷം +1ഉം +2ഉം, ഇപ്പം തന്നെ 14 വർഷം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 വർഷമായി തുടങ്ങിയിട്ട്. ഇനി 14 വർഷം കൊണ്ട് അവസാനിക്കുകയാണ്? ഇല്ല, ഇനിയും മുമ്പോട്ട് പോകും. ഇനിയും പല വർഷങ്ങൾ വിദ്യാഭ്യാസവുമായിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് പോവേണ്ടതുണ്ട്. ഏതാണ്ട് 20 വർഷത്തോളം നിങ്ങൾ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നുള്ളൂ ജീവിതത്തിൽ. അത് ഏത് 20 വർഷം? ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഊർജ്ജമുള്ള 20 വർഷം നിങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റി വെക്കുകയാണ്. ഈ 20 വർഷം കൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? എന്താണ് വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നത്? സർട്ടിഫിക്കറ്റ് മാത്രമാണോ? ജയിച്ചു മാർക്കുണ്ടെന്ന് എഴുതി വെച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രമാണോ നമുക്ക് കിട്ടുന്നത്? അല്ല, നമുക്കൊരുപാട് ഗുണങ്ങൾ, അറിവ് കിട്ടുന്നുണ്ട് നമുക്ക്. അതുപോലെ നമ്മുടെ പല തെറ്റിദ്ധാരണകൾ, കുഞ്ഞുനാളിൽ നമ്മൾ വച്ച് പുറത്തിരുന്ന പല തെറ്റിദ്ധാരണകളും വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ മാറ്റി ശരിയായ ധാരണ നേടുന്നുണ്ട്. നമ്മുടെ ചിന്താഗതിയെ നമ്മൾ ഉയർത്തുന്നുണ്ട്. നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ പെരുമാറ്റത്തെ, നമ്മുടെ ധാരണകളെ ഒക്കെ നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട് വിദ്യാഭ്യാസം, ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതുപോലെ നമ്മൾ ചില കഴിവുകൾ നേടുന്നുണ്ട്. നമ്മൾ ജനിച്ച സമയത്ത് നമുക്ക് ഒരു അറിവുമില്ലാതിരുന്ന പല കാര്യങ്ങളിലും ഇത്രയും നാളുകൊണ്ട് നമ്മൾ കഴിവ് നേടി. ഓരോ ആളുകൾക്ക് പല കാര്യങ്ങൾ, ചില ആൾക്കാർ മാത്സിൻ്റെ കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ കാണുന്ന ആളുകളായിരിക്കും. സയൻസിൽ അല്ലെങ്കിൽ അങ്ങനെ പല മേഖലയിൽ നമ്മൾ കഴിവ് നേടി. അപ്പം ഈ 20ഓളം വർഷത്തെ വിദ്യാഭ്യാസ പ്രക്രിയ കൊണ്ട് നമ്മൾ ഒരുപാട് കഴിവ് നേടുന്നുണ്ട്. ഈ നേടിയ കഴിവ് നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തും? നമ്മൾ 20 വർഷം കൊണ്ട് ഉള്ള വിദ്യാഭ്യാസത്തിൽ നേടി വച്ചിരിക്കുന്ന കഴിവ്, നമ്മുടെ പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? അതിനാണ് ലേബർ വേണം. നമ്മൾ നേടിയ വിദ്യാഭ്യാസത്തിന് യോജിച്ച ലേബർ, യോജിച്ച തൊഴിൽ നമുക്ക് വേണം. എന്തെങ്കിലും തൊഴിലല്ല. ഞാൻ എന്തുമാത്രം കഴിവ് വിദ്യാഭ്യാസത്തിലൂടെ നേടിയോ ആ കഴിവുകളെല്ലാം എനിക്ക് സമൂഹത്തിനും സമൂഹ നന്മയ്ക്കും എൻ്റെ നന്മയ്ക്കും വേണ്ടി പ്രയോഗിക്കാൻ പാകത്തിനുള്ളൊരു ജോലി വേണം.
അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പെൺകുട്ടികളുടെ കാര്യത്തിൽ പെൺകുട്ടികൾ എത്രത്തോളം വിദ്യാഭ്യാസം നേടുന്നോ ആ വിദ്യാഭ്യാസത്തിന് ചേർന്ന ജോലി കിട്ടിയാലേ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ പണ്ടും പലപ്പോഴും ഇപ്പോഴും ഒരു പ്രശ്നം നിലനിൽപ്പുണ്ട്. പെൺകുട്ടികളെ ചില ജോലിക്ക് വിടില്ല. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ തടസ്സം നിൽക്കും. പണ്ട് കാലത്തൊക്കെ പോലീസ് മേഖലയിലേക്കൊക്കെ ഫോഴ്സിലോട്ടൊക്കെ, പോലീസ് ഫോഴ്സോ ഫയർ ഫോഴ്സോ അല്ലെങ്കിൽ ആർമിയോ ഡിഫൻസിലോ ഒക്കെ പോകാനായിട്ട് പെൺകുട്ടികളെ ഡിസ്കറേജ് ചെയ്യും. അയ്യോ അതൊക്കെ ആൺകുട്ടികൾക്ക് പറ്റിയ ജോലിയാണ്, പെൺകുട്ടി അതിലോട്ടൊന്നും പോകണ്ട എന്നൊരു ചിന്താഗതി പണ്ട് കാലത്ത് പ്രബലമായിട്ടുണ്ടായിരുന്നു. ഇന്നും ചില ആളുകൾ വച്ച് പുലർത്തുന്നുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ ഇന്ന ജോലി മാത്രം ചെയ്താൽ മതി. സാധാരണ നമ്മൾ കാണുന്നത് പെൺകുട്ടിയാണെങ്കിൽ നേഴ്സ് ആവുക അല്ലെങ്കിൽ ടീച്ചർ ആവുക. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നേഴ്സിങ്ങോ അല്ലെങ്കിൽ ടീച്ചർ ആവുക എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ജോലിയൊന്നല്ല. ഞാനും ഐ ആം ഓൾസോ എ ടീച്ചർ. ഫോർമലി സ്കൂളുകളിലൊന്നും പഠിപ്പിക്കുന്നില്ലെങ്കിലും ട്യൂഷൻ സെന്ററിൽ നിങ്ങളോട് പഠിത്തത്തിൽ ഏർപ്പെടുന്നതുകൊണ്ട് തന്നെ ഐ ആം ഓൾസോ എ ടീച്ചർ. അപ്പോൾ ടീച്ചിങ്ങും നഴ്സിങ്ങും ഒക്കെ നല്ല മേഖല തന്നെയാണ്. പക്ഷേ അത് മാത്രമേ ചെയ്യാവുള്ളൂ. പെൺകുട്ടികൾ ചില ജോലികൾ ചെയ്യരുത്, ചിലത് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. എല്ലാ ജോലിയും ചെയ്യാനുള്ള, ഒരുപോലെ പഠിക്കുന്ന സമയത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഇരുന്ന് പഠിച്ച് ഒരുപോലെ കഴിവ് നേടി വരുന്നവർക്ക് എന്തുകൊണ്ട് ഒരുപോലെ ജോലി ചെയ്തുകൂടാ? എന്തുകൊണ്ട് പെൺകുട്ടികളെ മാത്രം ചില ജോലികളിൽ നിന്ന് മാറ്റി നിർത്തുന്നു? അതില്ലാതെയാവണം. നമ്മൾ ഈ പറയുന്ന സമയത്ത് തന്നെ ഒരു കാലത്ത് ഫോഴ്സിലോട്ടൊക്കെ, പോലീസിലോട്ടും ഫയർഫോഴ്സിലും പട്ടാളത്തിലും ഒക്കെ പെൺകുട്ടികളെ ഡിസ്കറേജ് ചെയ്തിരുന്നൊരു സമൂഹമാണ് നമ്മുടേത്. ഇന്ന് ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP ഉണ്ടായ സമയമാണിത്. ശ്രീലേഖ IPS എന്ന് പറയുന്ന വനിത ഇന്ന് നമ്മുടെ കേരളത്തിൽ DGP റാങ്കിലേക്ക് ഉയർന്നിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിതാ DGP ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പട്ടാളത്തിലായാലും സ്ത്രീകളെ കമാൻഡിംഗ് പോസ്റ്റിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. മുമ്പ് കമാൻഡിംഗ് പോസ്റ്റിലേക്ക് സ്ത്രീകൾ എടുക്കില്ലായിരുന്നു. കമാൻഡിംഗ് ഉത്തരവ് കൊടുക്കുന്ന, ബറ്റാലിയനെ നയിക്കുന്ന പോസ്റ്റിലേക്ക് പണ്ട് കാലത്ത് ആർമിയിൽ, പട്ടാളത്തിൽ സ്ത്രീകളെ എൻട്രി ചെയ്യിക്കില്ലായിരുന്നു. പക്ഷെ ഇന്നത് മാറി പെൺകുട്ടികളെ, സ്ത്രീകളെയും കമാൻഡിംഗ് പോസ്റ്റിലേക്ക് നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം എടുത്തു. അപ്പം നല്ല മാറ്റങ്ങൾ ഉണ്ടായി വരുന്ന സമയം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ വിദ്യാഭ്യാസ കാലത്ത് എത്ര കഴിവ് നേടുന്നോ ആ കഴിവിനൊത്ത ജോലി വേണം. എന്തെങ്കിലും ജോലി എന്നല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ കഴിവിന് ചേർന്ന, നിങ്ങളുടെ കഴിവ് സമൂഹ നന്മയ്ക്കും നിങ്ങളുടെ നന്മയ്ക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ജോലി നിങ്ങൾക്ക് കിട്ടണം. അത് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് അത്യാവശ്യമാണ്. അപ്പം അതുകൊണ്ടാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്, ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. സ്ത്രീകൾക്ക് ഉള്ള അവരുടെ കഴിവ്, അവരുടെ യഥാർത്ഥ കഴിവ് ഉപയോഗിക്കാനും അത് സമൂഹ നന്മയ്ക്ക് പകരാനും അവരെ സഹായിക്കുന്നത് ലേബർ, തൊഴിലാണ്. ബട്ട് അറ്റ് പ്രസന്റ്, പക്ഷേ ഇന്ന് when women participate in the workforce, they too often tend to get stuck in low pay, low status and low security jobs. പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇന്ന് സ്ത്രീകൾ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ പോലും അവർക്ക് നല്ല ജോലികളിലേക്ക് കടന്നു കയറാൻ പറ്റുന്നില്ല. ചെറിയ ശമ്പളമുള്ള, ചെറിയ സ്റ്റാറ്റസ് ഉള്ള, ചെറിയ അല്ലെങ്കിൽ എന്താണ് സുരക്ഷിതത്വം കുറഞ്ഞ ജോലികളിലേക്ക് സ്ത്രീ പുറം തള്ളപ്പെടുന്നു, സ്ത്രീ ലിമിറ്റ് ചെയ്യപ്പെടുന്നു. അതൊരു വലിയ പരിമിതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ജോലികളിലേക്കും പോകാനുള്ള അവസരം ഇന്നും സ്ത്രീകൾക്ക് ഇക്വാലിറ്റിയോടെ, സമത്വത്തോടെ തുറന്നു കിട്ടുന്നില്ല. പലയിടത്തും സ്ത്രീകൾ, നല്ല വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ പോലും ചെറിയ സമ്പാദ്യമുള്ള, അവർ ആഗ്രഹിക്കാത്ത ജോലികളിലേക്ക് ഒതുങ്ങിപ്പോകുന്നുണ്ട്. ആ പ്രവണത നമ്മൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. Globally, women earn only 3/4 as much as men, even with the same level of education and in the same occupation. അതൊരു വലിയ പ്രശ്നമാണ് നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. എന്താണ്? ഇന്ന് ലോകത്തിൽ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ ഒരേ വിദ്യാഭ്യാസമുള്ള, ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീയുടെയും പുരുഷന്റെയും സമ്പാദ്യം നോക്കിക്കഴിഞ്ഞാൽ പുരുഷൻ സമ്പാദിക്കുന്നതിന് 1/3 മാത്രമേ സ്ത്രീ സമ്പാദിക്കുന്നുള്ളൂ. പുരുഷൻ സമ്പാദിക്കുന്നതിൻ്റെ 1/3 മാത്രമേ സ്ത്രീ സമ്പാദിക്കുന്നുള്ളൂ. എങ്ങനെ? ഒരേ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒരേ തൊഴിൽ ചെയ്തിട്ടും സ്ത്രീകൾ പുരുഷൻ സമ്പാദിക്കുന്നതിൻ്റെ 1/3 മാത്രമേ സമ്പാദിക്കുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും അത് സംഭവിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും, നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സാലറി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു തൊഴിൽ ചെയ്യുമ്പോഴത്തേക്ക് ശമ്പളം കൊടുക്കുന്നതിൽ വിവേചനമുണ്ട്, സ്ത്രീ വിവേചനം നടക്കുന്നുണ്ട്. ഒരേ തൊഴിൽ ചെയ്യുന്ന സ്ത്രീക്കും പുരുഷനും 2 ശമ്പളം കൊടുക്കുന്ന, പുരുഷൻ അല്പം കൂടുതൽ ശമ്പളവും സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവൾക്ക് അല്പം കുറച്ച് ശമ്പളവും കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വ്യവസ്ഥിതി നമ്മുടെ സമൂഹത്തിൽ നിൽപ്പുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ പല സെക്ടറിൽ നോക്കിയാൽ, അത് മൾട്ടിനാഷണൽ കമ്പനീസ് ആയാലും ശരി, ഏറ്റവും നമ്മളെ കൺസ്ട്രക്ഷൻ മേഖലയും മറ്റുപോലുള്ള അൺഓർഗനൈസ്ഡ് സെക്ടർ ആയാലും ശരി, നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം. കൺസ്ട്രക്ഷൻ സൈറ്റ്സിലും മറ്റുമൊക്കെ പോയി കഴിഞ്ഞാൽ പുരുഷന്മാർ കിട്ടുന്നിടത്തോളം ശമ്പളം അതേ ജോലി ചെയ്തിട്ടും സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. അതൊരു അനീതിയാണ്. അതാണ് ഇവിടെ ക്രിസ്റ്റീൻ ലഗാർഡ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രശ്നം. ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ കാര്യം എടുത്താൽ പോലും ഒരേ വിദ്യാഭ്യാസമുള്ള, ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ പോലും
വിവേചനം നിലനിൽക്കുന്നു. പുരുഷന് കിട്ടുന്നതിൻ്റെ 1/3 മാത്രമേ സ്ത്രീക്ക് ഒരേ വിദ്യാഭ്യാസത്തോടെയും ഒരേ തൊഴിലുണ്ടായിട്ടും സമ്പാദിക്കാൻ കഴിയുന്നുള്ളൂ എന്ന വ്യത്യാസം, എന്ന വിവേചനം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. Surely, one of our most basic norms should be equal pay for equal work. നമ്മുടെ വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാനദണ്ഡം. നമ്മൾ ഏതൊരു ജനാധിപത്യ സമൂഹത്തിലെയും അടിസ്ഥാന മാനദണ്ഡം എന്തായിരിക്കണം? നിങ്ങൾ അർത്ഥം പറയേ. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നതിൻ്റെ അർത്ഥം ഒരേ ജോലിക്ക് ഒരേ ശമ്പളം, തുല്യ ജോലിക്ക് തുല്യ ശമ്പളം. ഒരു പുരുഷനും ഒരു സ്ത്രീയും തുല്യ ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ശമ്പളവും തുല്യമായിരിക്കണം. നമ്മുടെ വിവേചനം പാടില്ല. അതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ, ഒരു പുരോഗമന സമൂഹത്തിന്റെ നോം, മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കണം. ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ ശമ്പളം കൊടുക്കപ്പെടേണ്ടതുണ്ട്. അതാണ് നീതി. Recent researchers show that eliminating gender gaps in economic participation can bring an increase in per capita income. പുതിയ ഗവേഷണങ്ങൾ, പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തെന്നാൽ ഈ എക്കണോമിക്കലി, ഈ സാമ്പത്തിക മേഖലയിൽ നിൽക്കുന്ന ജെൻഡർ ഗ്യാപ്പ്. എന്താണ് ജെൻഡർ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്ത്രീയും പുരുഷനും എന്ന ജെൻഡറിന്റെ പേരിൽ നിൽക്കുന്ന വിവേചനം, ലിംഗവിവേചനം. അതായത് സാമ്പത്തിക മേഖലയിൽ നിന്നും ലിംഗവിവേചനം തൂത്തുമാറ്റുന്നതോടെ, പിഴുതെറിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വികസിപ്പിക്കാനായിട്ട് പറ്റും. പെർ ക്യാപിറ്റ ഇൻകം പലയിടത്തും താഴ്ന്നു കിടക്കുന്നുണ്ട്. അത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ജെൻഡർ ഗ്യാപ്പ് ഇല്ലാതാക്കണം. അവസാനത്തെ ഒരു പാരഗ്രാഫ് കൂടി വായിക്കുകയാണ്. വി ക്യാൻ അൺഡൗട്ടഡ്ലി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വിമൻ ഇൻ ദി വർക്ക് പ്ലേസ്. സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് അവസരങ്ങൾ ഇനിയും നമ്മുടെ ഈ ജോലി മേഖലയിൽ ഉണ്ടാക്കാനായിട്ട്, ഇനിയും ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ വരേണ്ടതുണ്ട്. സ്ത്രീകളെ മുന്നിലേക്ക് കൊണ്ടുവരാൻ, സ്ത്രീ സമൂഹത്തെ മുന്നിലേക്ക് കൊണ്ടുവരാനും തുല്യത ഉറപ്പിക്കാനും ഒരുപാട് മാറ്റങ്ങൾ ഇനിയും നമ്മുടെ തൊഴിൽ മേഖലയിൽ വരുത്തേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. അർത്ഥം എന്താണ്? ലോസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ. ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. നമ്മൾ നമ്മുടെ നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന്, ബൈ എൻഷുറിംഗ് ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് വിമൻ. നമ്മൾ ഉറപ്പാക്കണം നമ്മുടെ സ്വത്തവകാശ നിയമങ്ങൾ സ്ത്രീകളോട് വിവേചനം കാണിക്കുന്നില്ല എന്ന്. പല കുടുംബങ്ങളിലും ഇന്നുമുണ്ട്. സ്വത്ത് ഭാഗം വെക്കുമ്പോൾ മകന് കൊടുക്കുന്നതോളം പങ്ക് മകൾക്ക് കൊടുക്കാതിരിക്കൽ, ആൺകുട്ടിക്ക് കൂടുതൽ പങ്ക് സ്വത്തിൽ കൊടുക്കുകയും പെൺകുട്ടികൾക്ക് താരതമ്യേന കുറച്ച് പങ്ക് കൊടുക്കുകയും ചെയ്യുന്ന, അതിനെ നിയമം മൂലം തടയണം എന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. നമ്മുടെ സ്വത്തവകാശ നിയമങ്ങൾ പെൺകുട്ടികളോട് വിവേചനം കാണിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. എന്തുകൊണ്ടാണ്? സ്വത്തെന്ന് പറയുന്ന ചെറിയ കാര്യമാണോ? അല്ല. നമ്മുടെ ജീവിതം നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ അക്സസ് ചെയ്യേണ്ട കാര്യം വരുമ്പോൾ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ സ്വത്തെന്ന് പറയുന്നത്. ഇന്നൊരു ധൈര്യമാണ്. അവിടെ എന്തിനാണ് ഒരു ആൺ പെൺ വ്യത്യാസം? ആൺകുട്ടികൾക്ക് എത്രത്തോളം സ്വത്ത് അക്സസ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം നമ്മുടെ സ്ത്രീ സമൂഹത്തിനും പെൺകുട്ടികൾക്കും പറ്റണം. നിയമം മൂലം അത് ഉറപ്പിക്കണം എന്നാണ് ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. It also means policies that encourage education and health care. അതുമാത്രമല്ല, സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തെയും സ്ത്രീകളുടെ ആരോഗ്യത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന നിയമങ്ങൾ നമുക്കുണ്ടാവണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ കാണാറുണ്ട് ചില പരീക്ഷകൾക്ക്, ചില വിദ്യാഭ്യാസങ്ങൾ പെൺകുട്ടികൾക്ക് ഫീസ് കുറവായിരിക്കും. പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചില വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് പെൺകുട്ടികൾക്ക് ഫീസ് കുറച്ചു കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ്സ് എൻ എൻകറേജ്മെന്റ്. കാര്യം സമൂഹത്തിൽ അവർ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ എൻകറേജ് ചെയ്തുകൊണ്ട് മുമ്പിലേക്ക് കൊണ്ടുവന്ന് സമത്വം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ടൂളാണ് ആ റിസർവേഷൻ എന്ന് പറയുന്നത്. അത് എന്നും നിലനിൽക്കേണ്ടതുണ്ട്. അപ്പോൾ പെൺകുട്ടികളെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന, അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന നിയമവ്യവസ്ഥകൾ നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. അതുപോലെ പെൺകുട്ടികൾക്ക് സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കണം. നമുക്കറിയാം, ബാങ്കിൽ ലോണുകൾ ഒരുപാട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലോണുകൾ അക്സസ് ചെയ്യുന്നതും പുരുഷന്മാരാണ്. പുതിയ ജോലികൾ തുടങ്ങാനോ, പുതിയ ഫേം തുടങ്ങാനോ, പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സംരംഭങ്ങൾ തുടങ്ങാനോ പുരുഷന്മാർ ധൈര്യത്തോടെ പൈസ അക്സസ് ചെയ്യും. പെൺകുട്ടികൾ പലപ്പോഴും ഈ പൈസ അക്സസ് ചെയ്യുന്ന പിന്നോട്ടാണ് നിൽക്കുന്നത്. നമ്മളത് എൻകറേജ് ചെയ്യണം. പെൺകുട്ടികൾ കൂടുതൽ പൈസ അക്സസ് ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് ബാങ്കിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രത്യേകം ലോൺ സ്കീമുകളുണ്ട്. പലിശ താരതമ്യേന കുറഞ്ഞ ലോണുകൾ സ്ത്രീകൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്കും പൈസ അക്സസ് ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാൻ പാകത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അവരെ എൻകറേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള നിയമങ്ങൾ വേണം. ലാസ്റ്റ് സെന്റൻസ്. സോ ലേണിംഗ് ആൻഡ് ലേബർ ആർ കീ ഫാക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസവും തൊഴിലും സ്ത്രീ ശാക്തീകരണത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഫാക്ടേഴ്സാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട്സ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലേണിംഗ് ആൻഡ് ലേബർ ഇൻ വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ തൊഴിലിൻ്റെയും പങ്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇത്രയും ഒന്നുകൂടി നിങ്ങൾ വായിച്ചു നോക്കി. ഇനി അവസാനത്തെ ഒരു ഏരിയ കൂടെ നമുക്ക് പറയാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ടേക്ക് കെയർ. ഓക്കെ, ബൈ ബൈ. Thank you.